ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? വഴുതനങ്ങയും ഉണക്ക മാന്തലും കൂടെ നമുക്കൊന്ന് ചാറ് വെച്ചാലോ? ഒരു വഴുതനങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുവാണേ. കുറച്ച് ഉണക്ക മാന്തല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു 4-5 ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാളംപുളി, തേങ്ങാപ്പാൽ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ കടുക്, ഇച്ചിരി ഉലുവയും വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാവേ. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തേ. അതിലേക്കൊരു 2 മണി ഉലുവ കേട്ടോ, ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടേ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വഴറ്റാവേ. ഒരു തക്കാളി മുറിച്ച് വെച്ചതും കൂടി ഇടാവേ. തക്കാളിയൊക്കെ വാടുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി എടുക്കാവേ. ഒരു 3 സ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് എടുക്കണം കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടി കണ്ടോ, 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടിടാവേ. വെള്ളത്തിൽ കലക്കി ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. ഇത് ഇത്രയും വേണ്ടി വരും കേട്ടോ, പുളി വേണമല്ലോ കറിക്ക്. മീനിന്റെ മസാലയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഇടാം. ഇത് ഇങ്ങനെ തന്നെ കൂട്ടാൻ നല്ല രസമല്ലേ. ഇത് എന്താ പറയാ, മീൻ ഇടാതെ തന്നെ. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ അങ്ങിട്ടേക്കാം. വഴുതനങ്ങായി മീനും ഒക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ 1 മുറി തേങ്ങയുടെ പാല് ഒഴിച്ചും കൊടുത്തേക്കാം. അടിപൊളി ഒരു ടേസ്റ്റി വഴുതനങ്ങ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കാവേ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ 2 കരിവേപ്പില ഇങ്ങനെ മേളിൽ കൂടെ ഇടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.